കോൺഗ്രസിലെ മുഖ്യമന്ത്രി പോരിൽ മാധ്യമങ്ങളെയും പഴിച്ച കെപിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്. നേതാക്കൾക്ക് മാത്രമല്ല മാധ്യമങ്ങൾക്കും നിയന്ത്രണം വേണമെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. നിയന്ത്രണം എന്ന പേരിൽ സംസ്ഥാനത്ത് പവർ കട്ട് തന്നെയാണ് ഏർപ്പെടുത്തിയത്. അത് തുറന്നു പറയാൻ കെഎസ്ഇബി തയ്യാറാകണമെന്നും സണ്ണി ജോസഫ് കണ്ണൂരിൽ പറഞ്ഞു. വിധി വരുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസിൽ മുഖ്യമന്ത്രി ആര് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നത് വലിയ തലവേദനയാണ് നേതൃത്വത്തിന് ഉണ്ടാക്കിയത്. ഇത്തരം ചർച്ചകൾ വിലക്കിക്കൊണ്ട് കെപിസിസി കഴിഞ്ഞ ദിവസം പ്രസ്താവന ഇറക്കിയിരുന്നു. അതിനുശേഷം രമേശ് ചെന്നിത്തലയ്ക്കായി ഇംഗ്ലീഷ് പത്രത്തിൽ പരസ്യവും വന്നു. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ പരസ്യം താൻ കണ്ടിട്ടില്ല എന്നായിരുന്നു കെപിസിസി അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന്റെ മറുപടി. അത് നിങ്ങൾക്കാണ് ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടത്. നമ്മൾ പറഞ്ഞ നിയന്ത്രണം നിങ്ങളും കൂടെ അംഗീകരിച്ചാൽ പ്രശ്നം തീർന്നു. പരസ്യം ഞാൻ കണ്ടില്ല. മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ്. ആ തീരുമാനം എല്ലാവരും അംഗീകരിക്കും. ചർച്ചകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ വിലക്ക് മാധ്യമങ്ങൾക്കും വേണം. ഏതായാലും കോൺഗ്രസിനെ മുഖ്യമന്ത്രി എന്ന മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും വലിയ ആത്മവിശ്വാസത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. കോൺഗ്രസിൽ ആരെന്ന് തീരുമാനിക്കാനുള്ള ശരിയായ നടപടിക്രമങ്ങളുണ്ട്. അത് പാലിച്ച് തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആ തീരുമാനം ജനങ്ങളെ അറിയിക്കും. ആ തീരുമാനം മുഴുവൻ കോൺഗ്രസ്സുകാരും അംഗീകരിക്കും, ജനങ്ങളും അംഗീകരിക്കും, മാധ്യമങ്ങളും അംഗീകരിക്കണമെന്ന് പ്രത്യേകമായിട്ട് അംഗീകരിക്കും. സംസ്ഥാനത്ത് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ആണ് നടന്നുവരുന്നതെന്നും കെപിസിസി പ്രസിഡന്റ് പറഞ്ഞു. ലോഡ് ഷെഡിംഗ് ഇല്ല എന്നാണ് മന്ത്രി പറയുന്നത്. എന്നാൽ മിക്ക സമയങ്ങളിലും അതല്ല സ്ഥിതി. പവർ കട്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അത് തുറന്നു പറയാൻ തയ്യാറാകണമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. മന്ത്രി പറയുന്നു ലോഡ് ഷെഡിംഗ് ഇല്ല എന്ന്. പക്ഷേ നമ്മൾ അനുഭവത്തിൽ ഞാൻ തന്നെ വീട്ടിൽ അനുഭവത്തിൽ എല്ലാ ദിവസവും കറണ്ട് കട്ടുണ്ട്. രാത്രിയുണ്ട്, പകലുമുണ്ട്, എല്ലാ ദിവസവും ഉണ്ട്. അതിനേക്കാൾ നല്ലത് ഗവൺമെൻറ് തെളിച്ചു പറയുന്നതാണ്. ഇങ്ങനെ വൈദ്യുതി ക്ഷാമമുണ്ട്, പ്രശ്നമാണ്, വേനലാണ്, വലിയ ഉപയോഗമുണ്ട്, അതുകൊണ്ട് ഇന്ന നിയന്ത്രണം ഏർപ്പെടുത്തു എന്ന് പരസ്യമായിട്ട് ജനങ്ങളുടെ അടുത്ത് പറയാതെ ഈ ഒളിച്ചുകളി അവസാനിപ്പിക്കണം. വൈദ്യുതി കട്ടുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ദൈനംദിന ജീവിതത്തിൽ ഇപ്പോൾ നമ്മളത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. തെരഞ്ഞെടുപ്പിന് മുമ്പ് സർക്കാർ പറഞ്ഞതെല്ലാം അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ്. പവർ കട്ട് എന്ന പേരിനാണോ സർക്കാരിന് പ്രശ്നമെന്നും സണ്ണി ജോസഫ് ചോദിച്ചു. വയനാട്ടിൽ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച വീട് കൈമാറി. കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമുണ്ടോ എന്ന ചോദ്യത്തിന് മൗനമായിരുന്നു കെപിസിസി പ്രസിഡന്റിന്റെ ഉത്തരം. വയനാട്ടില് മുസ്ലിം ലീഗിന്റെ വീട് ഇന്ന് കൊടുക്കുകയാണ്. കോൺഗ്രസിന്റെ വീടിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ? മറുപടിയില്ല. അല്ല. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.